ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബീച്ചിൽ കൊണ്ടുള്ള ഒരു അടിപൊളി 5 സ്റ്റാർ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിനുവേണ്ടി ഉരുണ്ട പീച്ചിലാണ്, അതായത് വിരിപ്പില്ല പീച്ചിൽ എന്ന് പറയും. ഇത് എൻ്റെ വീട്ടിലുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കശുവണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. കശുവണ്ടിപ്പരിപ്പ് കുടിച്ചാൽ ടേസ്റ്റും കൂടും, ഹെൽത്തിയാണ്, ഒരു 5 സ്റ്റാർ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് അരമുറി തേങ്ങ വേണം. ഒരു കടായി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊട്ടിക്കണം. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം സവോള ഇടുക. സവോള നല്ലപോലെ വഴന്ന് ചെറിയ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് ബ്രൗൺ നിറായതിന് ശേഷം മാത്രം ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് ഇതെല്ലാം ചേർക്കുക. ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ മാത്രം, വാടി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് ഈ മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങൾ അരിഞ്ഞിടാം. കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പും ഇട്ട്, പിന്നെ കുറച്ച് ഗരം മസാല ഇടാൻ വിട്ടുപോയി, അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇട്ടത്, കുഴപ്പമില്ല. എന്നിട്ട് തേങ്ങയുടെ 2-ാം പാലിലാണ് നമ്മളിത് വേവിക്കുന്നത്. അടച്ച് വെച്ച് ഉപ്പിട്ട് വേവിക്കണം. വെന്ത് വരുമ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിച്ചിട്ടുള്ള കശുവണ്ടിപ്പരിപ്പ് വേവാൻ ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ. അത് പെട്ടെന്ന് വേവുന്ന കറിയാണ്. ഇട്ട് ഇളക്കി കറി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ കശുവണ്ടിപ്പരിപ്പ് പാകമായെന്ന് മനസ്സിലാവും. അതിന് ശേഷം നമുക്ക് തൻപാൽ ഒഴിക്കാം. അപ്പോൾ കറി നല്ല ടേസ്റ്റിയാണ്. അധികം തിളയ്ക്കേണ്ട, തൻപാൽ വെച്ച് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ, ചെറിയ ടീസ്പൂൺ ശർക്കര കൂടി ചേർക്കണം. ശർക്കര ചേർക്കുക എന്താ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഒരു 5 സ്റ്റാർ കറിയുടെയും പിന്നെ ഒരു ചൈനീസ് കറിയുടെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കിത് ചപ്പാത്തി, പത്തിരി, പൊറോട്ട ആൻഡ് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്.